വൈദേഹി, നമ്മൾ പേടിക്കാൻ നിന്ന അവരിതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവര് ജയിക്കുന്ന പോലെയോ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിടത്തോളം കാലം നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിനക്കും അറിയാലോ. എന്നിട്ട് നീ തന്നെ പേടിച്ചാൽ എങ്ങനെയാ? അതുകൊണ്ടൊന്നും അല്ല. ആ രാക്ഷസര് എന്ത് ചെയ്യാനും തയ്യാറായിട്ടാ ഇരിക്കുന്നെ. അവരെ വെറുതെ വിടാൻ പാടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വൈദേഹി. കുഞ്ഞിനെ ഉപദ്രവിച്ച അവർക്ക് അപകടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി അവരെന്റെ നേരെയായിരിക്കും തിരിയ. ഞാൻ ശ്രദ്ധിച്ച പോരെ. പക്ഷെ നമ്മൾ മൂന്നുപേരും ഒരു ജീവനാണെന്ന് അവരിതുവരെ മനസ്സിലാക്കാത്തോണ്ടാ വൈദേഹി. അതുകൊണ്ട് കുഞ്ഞിനെ ഉപദ്രവിച്ചാലും ഇനിയിപ്പോ നമ്മളിൽ ആരും ഉപദ്രവിച്ചാലും അപകടം ഈ നമുക്കല്ല, അത് അവർക്കാണെന്നുള്ള കാര്യം തനിയേ മനസ്സിലായിക്കോളും. ഇനി നമ്മളെ അപകടപ്പെടുത്തണമെന്ന് ചിന്തിക്കാൻ പോലും അവര് ഭയക്കണം വൈദേഹി. ദേവന്റെ ബാത്റൂമിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ പൈപ്പ് ഇതാ. ഇനി അവൻ ടാപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി പൈപ്പിലൊന്ന് തൊട്ടാ മതി, ഷോക്ക് അടിച്ച് മരിച്ചോളൂ. കറണ്ട് കമ്പിയിലിരുന്ന കാക്കയെ പോലെ മലന്നടിച്ച് വീണോളൂ. അത് ശരി, എന്റെ കുഞ്ഞിനെ ഷോക്ക് അടുപ്പിക്കാനാണോ നിന്റെ പ്ലാൻ? എന്നാൽ ഇതിൽ ബലിയാകാൻ പോകുന്നത് ആരാണെന്ന് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ വരുണേ. ദേവിടൻ ഇവിടെ എന്ത് ചെയ്യാ? വരുണൻ ഗ്രൂപ്പ് എനിക്കൊരു പണി തരാൻ റെഡിയായി നിൽക്കുകയല്ലേ. എന്നാ അവർക്ക് ഞാനൊരു പണി കൊടുക്കാൻ പോവാ. നീ വന്നേ. വരുന്നു. ദേവിട അങ്ങോട്ട് നോക്കി. വരുൺ എന്താ ചെയ്യുന്ന നോക്ക്. നമ്മുടെ റൂമിലേക്കുള്ള ബാത്റൂം പൈപ്പില് കറണ്ട് കണക്ഷൻ കൊടുക്ക. ശരിയാണല്ലോ വൈദേഹി. അയ്യോ, ദേവേട്ടൻ പറയുന്നത് പോലെ ഇവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയം ഇത് തന്നെയാ ദേവേട്ട. ഇതവന്റെ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യണം. അതിന് ഷോക്ക് ഞങ്ങൾക്കല്ലടാ. അതിന്റെ വേദന എന്താണെന്ന് നീയാണ് അറിയാൻ പോകുന്നത്. വൈദേഹി, നീ ഇവിടെ തന്നെ നിൽക്കി. എന്ത് പറ്റിയടാ? എല്ലാം റെഡിയായോടാ? എല്ലാം റെഡിയാണ് അമ്മേ. ഇപ്പൊ ദേവന ബാത്റൂമിനകത്തേക്ക് കയറി ആ വാട്ടർ ടാപ്പിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതിയാവും. ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്ത് ചത്ത് മലന്നോളും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ വൈദേഹിയും കൂടെ പൊക്കോളും. ആദ്യം ആരെങ്കിലും ഒരാള് പോയി കിട്ടിയാ മതി. എന്തെങ്കിലും ഒന്ന് നടന്ന് കിട്ടുന്നതുവരെ നടക്കൂന്ന് പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാ. എന്താ വീണ്ടും മൂന്നുപേരും ഒന്നിച്ചുണ്ടല്ലോ? അടുത്ത ഗൂഢാലോചനയ്ക്കുള്ള സമ്മേളനം വല്ലതും ആണോ? കാഴ്ച പോയിട്ടും ദൈവം നിനക്ക് നല്ല ബുദ്ധി തന്നില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അജയ. എന്റെ കാഴ്ച പോയത് അവിടെ നിൽക്കട്ടെ. കണ്ണുണ്ടായിട്ടും അജയനൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ.
ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മുറിന്ന് പുറത്തിറങ്ങലെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ നിനക്കത് അനുസരിച്ച? എത്ര നേരം എന്ന് വെച്ചാൽ ഞാൻ ആ ബെഡിൽ തന്നെ ചടഞ്ഞിരിക്കുക. അവിടെ തന്നെ ഇരിക്കുന്നിടത്തോളം നിനക്ക് നല്ല കാലമാണെന്ന് കൂട്ടിക്കോ. ഇനി അതല്ല, വീണ്ടും ചതിയും കുതന്ത്രിട്ട് നടക്കാനാണെങ്കിൽ ഗുരുക്കള് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ചിന്തയുണ്ടായാ ജീവൻ വരെ പോയെന്നിരിക്കും. അത് കേട്ടുടനെ പേടിച്ചു വിറയ്ക്കാൻ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് വേണ്ടേ അജയ? നിങ്ങൾ വരച്ചവരെ നിർത്തി എന്നെ മുറിക്കകത്തിരുത്താനൊന്നും നോക്കണ്ട. നീ വാ വൈദേഹി. എന്തു പറ്റി ദേവേട്ടാ? ഈ വയർ ഇതുപോലെ അവന്റെ ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് അവന്റെ ജീവൻ എടുക്കാനായിട്ട് ഒരു നിമിഷം പോലും വേണ്ട എനിക്ക്. പക്ഷെ അങ്ങനെ ചെയ്താൽ അവനും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം വൈദേഹി? അത് ശരിയാ ദേവേട്ടാ. അവര് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നെന്ന് കരുതി നമ്മളും അങ്ങനെ ചെയ്താ അതിന്റെ പാപം നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുകയാണെങ്കിലോ? വേണ്ട ദേവേട്ടാ, വിട്ടുകളാം. എന്നും പറഞ്ഞ് ചുമ്മാ അതങ്ങ് വിട്ടാ ശരിയാവില്ല വൈദേഹി. ചെറുതായിട്ടൊരു ശിക്ഷ കൊടുത്തേ പറ്റൂ, അല്ലേ? നടക്ക്. അപ്പൊ നീ റൂമിലേക്ക് വരുന്നില്ല എന്ന് പറ. അവളവിടെ ഇരിക്കട്ടെ, കുറച്ചു കഴിയുമ്പോ വരും. ഇടയ്ക്ക് കയറി സംസാരിച്ചാ വായിൽ പല്ലുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാ മാത്രം പോരാ ചേട്ടാ, അടിച്ച് പല്ല് തെറിപ്പിക്കണം. രാജഗുരുക്കൾ കണക്കിന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ഇപ്പൊ ചേട്ടനും അനിയനും കൂടെ പല്ലു ഒഴിക്കാൻ നടക്കുക. എന്തിനെങ്ങനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നേ? അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എന്തുകൊണ്ടാ പറയുന്നതെന്ന് മനസ്സിലാവും. എന്നുവച്ചാ ശരിക്കും ഞങ്ങളുടെ തല പൊട്ടിത്തെറിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതൊന്നും അറിയണമല്ലോ. കുറെ കാലമായല്ലോ പുകയാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും ആളിക്കത്തിയാലും ശരിയാവും. അങ്ങനെയല്ല ചെറിയമ്മേ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ അത് നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറഞ്ഞതാ. അത് നിന്റെ കുഞ്ഞിനെ ഉദ്ദേശിച്ചാലല്ലേ? എന്നാ ഞങ്ങളുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് നിന്റെ ഭർത്താവാണെങ്കിലോ? നീ വാ വൈദേഹി. ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നമ്മളെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? നീ വാ. ചെല്ല് ചെല്ല്, നിനക്ക് പാട്ടിയാവാനുള്ള സമയമായി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ അജയ. ഇവിടെ നിങ്ങളോട് വഴക്കിടാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ വരുൺ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞത്. നീയൊന്നും നന്നാവില്ല. റിട്ടേൺ ഗിഫ്റ്റ് ആണ് പോലും. ഞങ്ങളുടെ ഗിഫ്റ്റ് സ്വീകരിച്ച ശേഷം റിട്ടേൺ ഗിഫ്റ്റ് തരാൻ ഇവൻ ഉണ്ടായിട്ട് വേണ്ടേ? വല്യച്ഛൻ പോയിടത്തേക്ക് ഇന്ന് ഇവനെ അയക്കണം. എടാ, എന്റെ മോനല്ലടാ പോകേണ്ടത്, നീ തന്നെയാ പോകേണ്ടത്. പണി വരുന്നത് എന്റെ മോനല്ലടാ, നിനക്ക് തന്നെയാ. നോക്കിക്കോ. വരുൺ ചേട്ടാ, ഞാൻ വീട് നനച്ച് തുടച്ചതേ ഉള്ളൂ. സൂക്ഷിച്ച് നടക്കണം കേട്ടോ. പടിക്കെട്ടിൽ നനവുണ്ടാവും. നനവോ? അതൊന്നും എന്നെ ഒന്നും ചെയ്യില്ല. ചുമ്മാ പേടിപ്പിക്കാതെ പോയി നിന്റെ പണി നോക്ക്. പോവാൻ പോയി റൂമൊക്കെ വൃത്തിയാക്ക. ആയിക്കോട്ടെ. നിങ്ങൾ വാ. സകലരും ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുക. ചെറിയമ്മേ, എന്താ പറ്റിയേ? മൂന്നെണ്ണം കൂടി അവിടെ കിടന്ന് അനുഭവിക്കേ. ചേട്ടാ വേണ്ട, അവർക്ക് ഷോക്ക് അടിച്ചോണ്ടിരിക്കുന്ന. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഷോക്ക് അടിച്ചത്? ചിലപ്പോ ദേവേട്ടാ
ഇവരെങ്ങാനും നമ്മുടെ കുഞ്ഞിനെ എന്തോ ചെയ്യാൻ വിചാരിച്ച് അത് റിട്ടേൺ അടിച്ചതാണെന്നാ തോന്നുന്നു. 3 പേരും കൂടി നമ്മളെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും. അതുകൊണ്ടാ അത് നേരെ തിരിഞ്ഞ് ഇവർക്കിട്ട് തന്നെ കൊണ്ടത്. ആണോ ഊർമിള? വീണ്ടും നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നോ? എത്ര പറഞ്ഞാലും നന്നാവാൻ ഉദ്ദേശമില്ല. ഇനി നിങ്ങൾക്ക് ക്ഷമയില്ല. വൈദേഹി, നീ ഒന്നുകൂടെ സ്വിച്ച് ഓൺ ചെയ്തേ. എങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോ, എന്താ നിങ്ങൾ ചെയ്യാൻ നോക്കിയ? അവരോട് ചോദിച്ച് അവരിനി വാ തുറക്കുവാ ചേട്ടാ. എന്നാ നീ പറ വൈദേഹി. നിങ്ങളെ ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അത് തിരിച്ചു വലിച്ചെന്നല്ലേ നീ പറയാൻ പോകുന്നേ? അതല്ലാതെ ഒന്നുമില്ലല്ലോ. മനഃപൂർവ്വം ഞങ്ങൾക്കിട്ട് പണി തന്നിട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിലേക്ക് വെച്ചിരുന്നു. കൊള്ളാലോ. വൈദേഹി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നും അതിന്റെ പുറകിലെ സംഭവം എന്താണെന്നും അറിയില്ല എന്ന് ഭാവിക്കരുത്. നീ ഞങ്ങളുടെ ബാത്റൂമിലെ വാട്ടർ പൈപ്പിൽ കറണ്ട് കണക്ഷൻ കൊടുത്തു വെച്ചു. അതിപ്പോ ദേ നിനക്ക് തന്നെ തിരിച്ചു കിട്ടി. ഇതിനെയല്ലേ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് 3 പേരും നിന്നെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചോ? വിട്ടുകളഞ്ഞേക്കാ ചേട്ടാ. ഇനിയിപ്പൊ തലകൊത്തി നിന്ന് ഇവരെന്ത് ചെയ്താലും ഇവർക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും പറയുകയും ചെയ്യും വേണ്ട. ബുദ്ധി ഉണ്ടെങ്കിൽ ജീവനോടെ ഉണ്ടാവും, അല്ലെങ്കിൽ മേപ്പോട്ട് പോവാ. നീ നടക്ക് വൈദേഹി. എന്താ എല്ലാം ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നേ? ഓരോ വട്ടവും ഇങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. എന്താ ഇതിന്റെ രഹസ്യം? ഇത് വല്യച്ഛന്റെ ആത്മാവ് അകത്ത് കയറാതിരിക്കാൻ കലശത്തിൽ വെച്ചിരുന്ന യന്ത്രമല്ലേ? ഇതാരാ ഇവിടോട്ടെടുത്തെറിഞ്ഞേ? യന്ത്രം കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പോഴാ ആത്മാവിനകത്തേക്ക് കടക്കാനാവില്ല. വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ശാപമല്ല. ഇനി ആരെങ്കിലും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരുടെ തല പൊട്ടിച്ചെതറും. വല്യച്ഛ, അപ്പൊ അത് വല്യച്ഛനായിരുന്നല്ലേ? രാജഗുരുവിനെ കൊണ്ട് അങ്ങനെ പറയിച്ചതും വല്യച്ഛനാ. ഷോക്കിന്റെ കാര്യം വൈദേഹിനെയും ദേവനെ അറിയിച്ചതും വല്യച്ഛനായിരുന്നല്ലേ? അതേടാ, ഞാൻ തന്നെയാ. എന്നാ വല്യച്ഛൻ ഇതും കൂടി കേട്ടോ. ഈ യന്ത്രം ഞാൻ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോയി എന്റെ മുറിക്കകത്ത് വെക്കും. പിന്നെ എങ്ങനെ അകത്തേക്ക് വരുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. അമ്മേ, അമ്മേ, അമ്മോ, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ആ കുഞ്ഞിന്റെ കാര്യം വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞതാ. എന്നിട്ടും ആരും ഞാൻ പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ, നനവുണ്ടെന്ന് പണിക്കാരി പറഞ്ഞതാ. അതനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ കണ്ണില്ലാത്തവളാ. ഇനി ബാക്കിയുള്ള പാർട്സും കൂടി പണി മുടക്കാൻ തുടങ്ങിയ ബെഡേൽ നീണ്ടു നേർന്ന് കിടക്കേണ്ടി വരുമല്ലോ ഭഗവാനെ. എന്നാലും ഇനിയും ജനിക്കാത്തൊരു കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ എന്താ? ആ കുഞ്ഞിന് എവിടെന്ന് ഇത്രയേറെ ശക്തി കിട്ടിയത് ഊർമിളെ? കുഞ്ഞിനൊന്നും ഒരു ശക്തിയും കിട്ടിയിട്ടില്ല. ഇപ്പോഴല്ലേടാ നമ്മള് നക്ഷത്രം എണ്ണിയേ. പിന്നെ നീ നിന്റെ പഴയ സ്വഭാവം എടുത്തോ? കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ? സത്യത്തിൽ എന്താ നടന്നേന്നറിയോ? ഇതൊന്നും നോക്കിക്കേ, അപ്പൊ കാര്യം മനസ്സിലാവും. ഇതെന്തിനാ നീ പുറത്തെടുത്തത്? എന്താ ചെറിയമ്മേ, എന്താ അത്? ഇവിടെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരുത്തി ഉണ്ടെന്ന് വല്ല വിചാരമുണ്ടോ? നോക്കുന്നു പറഞ്ഞാ ഞാൻ ഇവിടുന്ന് നോക്കാനാ? ദാസേട്ടൻ ഇവിടെ കേറാതിരിക്കാൻ വേണ്ടി ആ യന്ത്രം നമ്മൾ പൂജാമുറിയിൽ വെച്ചതല്ലേ? അത് ദേവിനെ എടുത്തോണ്ട് വന്നിരിക്കുന്നു. എന്ത്? അത് എടുത്തോണ്ട് വന്നിരിക്കുന്നോ? നീ ഇതെന്ത് വട്ട കാണിക്കുന്ന വരണേ? ആ കുഞ്ഞ് നമുക്ക് തരുന്ന പണി പോരാഞ്ഞിട്ടാണോ അച്ഛന്റെ ആത്മാവിനെയും കൂടി വിളിച്ചു വരുത്തി ഒറ്റയടിക്ക് നമ്മളെ കൊല്ലാൻ നോക്കുന്ന? എന്തിനാണ് ആ യന്ത്രം പുറത്തെടുത്ത? ഇത് ഞാൻ എടുത്തൊന്നുമല്ല, വീടിന്റെ പുറത്ത് വലിച്ചെറിഞ്ഞതാ.
പുറത്ത് വലിച്ചെറിഞ്ഞോ? ആരാടാ? വേറെ ആര്? ആ വൈദികയുടെ പണിയായിരിക്കും. എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയില്ല, പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ രാജഗുരുക്കള് നമ്മൾ പറഞ്ഞത് പറയാണ്ട് കുഞ്ഞി വീടിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞത്. അതിനെ ഉപദ്രവിക്കാൻ നോക്കിയാ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ്. എന്നുവെച്ചാ എന്തെന്ന് വെക്കാൻ? നമ്മള് കണ്ടത് ഗുരുക്കളെ. പക്ഷേ ഗുരുക്കളുടെ അകത്ത് പ്രവേശിച്ച് ഇതെല്ലാം അയാളെ കൊണ്ട് പറയിച്ചത് വല്യച്ഛനാ. ശരിയാടാ, അത് ഞാൻ തന്നെയാ. രാജഗുരുക്കളിൽ പ്രവേശിച്ച് ഞാൻ തന്നെയാ പറഞ്ഞത്. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കൂല. ഇനി കാണാൻ ഒരുപാട് കിടപ്പുണ്ട്. അങ്ങനെയാണ് സംഭവമെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ച അച്ഛൻ ശാന്തി ചെറിയമ്മ അച്ഛനെയും കൊന്നത് നമ്മളാണെന്നത് പറയാതിരുന്നത് എന്തുകൊണ്ടാ? ആർക്കറിയാം? അത് അയാൾക്ക് മാത്രമേ അറിയൂ. മനഃപൂർവ്വം പറയാഞ്ഞതാടാ. ആ സത്യം രാജഗുരുക്കളെ കൊണ്ട് പറയിപ്പിച്ച അദ്ദേഹത്തെയും നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയട്ടെ. നിങ്ങൾ ചെയ്ത ഈ മഹാപാപം നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചിരിക്കും. ദാസേട്ടൻ അപ്പത് പറയാൻ തോന്നാതിരുന്ന നമ്മുടെ ഭാഗ്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇത് വീണ്ടും കലശത്തിൽ വെച്ചാ അവള് വീണ്ടും ഇതെടുത്ത് പുറത്തു കളയും. ഇത് നമ്മുടെ മുറി തന്നെ വെക്കാടാ. പിന്നെ നിന്റെ വല്യച്ഛന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാ നല്ലത് ചെറിയമ്മേ. അച്ഛന്റെ ആത്മാവിനെ തളച്ചിട്ടാ മാത്രമേ വൈദേഹിയുടെയും ദേവന്റെയും കഥ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റൂ. അമ്മേ, എന്താ അമ്മയ്ക്ക് പറ്റിയേ? ആരാ ഇത്? എന്നെ എന്തിനാ തല്ലിയ? ചെറിയമ്മയാണോ? ചെറിയമ്മ എന്തിനാ തല്ലിയ? മിണ്ടിപ്പോരുത്. നീ എങ്ങനെ ഈ വീട്ടിലെ മരുമകളായി വന്നു? അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇപ്പൊ ഊർമിളെ തല്ലിയേ? തല്ലുവല്ല, കൊല്ലുകയേ വേണ്ടേ? എന്തൊക്കെയാ ഇവള് പറയുന്നേ? അതിനവളൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. നമ്മൾ വിചാരിച്ചതും ദേവനും വൈദേഹിയും കൊല്ലണമെന്ന് തന്നെയല്ലേ? അവരെ കൊല്ലാൻ പോകുന്നെന്നോ? അത് ശരി. നിങ്ങളെ കൊണ്ടതിന് പറ്റുമോ? പറ്റുമെന്നാ ചോദിച്ചത്. അമ്മേ, മിണ്ടി പോരുത്. എന്റെ മോനെ നീ കൊല്ലുവല്ലേ? അമ്മയുടെ മോനെന്നോ? എന്താ അമ്മ ഈ പറയുന്നേ? ഈ യന്ത്രം അമ്മയുടെ കയ്യിലായപ്പോ അമ്മയുടെ തലയ്ക്ക് വല്ലതും പറ്റിയോ? അമ്മയുടെ മോൻ ഞാനല്ലേ? നീ എപ്പോഴാടാ എന്റെ മോനായത്? നീ ഒരു തെമ്മാടിയാണടാ. എന്തൊരു ക്രൂരതയാ നിന്റെ മനസ്സില്. നിന്നെ പോലൊരു നികൃഷ്ട ജീവി, നീചനായ ഒരുത്തൻ, ഒന്നിനും കൊള്ളാത്തൊരു വൃത്തികെട്ടവൻ ഈ ഭൂലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഈ യന്ത്രം കൈകൊണ്ട് എടുത്തപ്പോഴേക്കും അമ്മയുടെ തലയ്ക്ക് എന്തോ പറ്റിയെന്നാ തോന്നുന്നേ. അതാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നേ. അതിങ്ങോട്ട് തന്നെ. എന്തിനാടാ അതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ? അതിങ്ങോട്ട് താടാ, അല്ലെങ്കിൽ നിന്റെ വല്യച്ഛൻ വരും. ഇങ്ങോട്ട് താടാ. ഞാൻ തരില്ല. വല്യച്ഛനെക്കാളും അമ്മയാണല്ലോ ഇപ്പൊ ഡേഞ്ചർ. ഇത് കൈ പിടിച്ചതും ആളാകെ അങ്ങ് മാറി. എന്താ പറഞ്ഞേ? ഞാൻ അമ്മയുടെ മോനല്ലെന്നോ? അവരെ കൊന്നുകളയെന്ന് പറഞ്ഞപ്പോ എന്നെ തല്ലുന്നോ? പിന്നെ എന്തിനാ അമ്മേ ഇവിടെ കിടന്നിങ്ങനെ പെടാപ്പാട് പെടുന്നേ? ആ ദേവന്റെയും വൈദികയുടെയും അന്ത്യം കാണാൻ വേണ്ടി തന്നെയല്ലേ? അമ്മേ, ഇപ്പൊ നീയും തുടങ്ങി ഓർമ്മല്ലേ? എന്തിനാ നീ എന്നെ തല്ലുന്നേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലി കൊല്ലാൻ തീരുമാനിച്ചോ? അതിന് നിങ്ങൾക്കെതിരെ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ യന്ത്രം ഞാനല്ല എടുത്തേ. വൈദേഹി ഇത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാ. പിന്നെന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നേ? കരണക്കുറ്റിക്കിട്ട് 2 കിട്ടിയപ്പോ നിനക്ക് ഇത്രയ്ക്ക് വിഷമായെങ്കി ഇനി കഴുത്ത് പിടിച്ച് ഞെരിച്ചോ?
ഊർമിളെ 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 വിട്. വിടൂ ഊർമിളെ. ഊർമിളെ എന്തീ ചെയ്യുന്നു ഊർമിളെ? അവനെ വിടുന്നുണ്ടോ? അയ്യോ ഊർമിളെ, അവനെ വിടൂ വിട്. ഊർമിളെ. ഊർമിളെ വീടില്ലടാ. ഏയ്, ഊർമിളയല്ല ഞാൻ, ദശരഥ രാമവർമ്മയാടാ. നിന്നെ കൊല്ലാൻ വന്ന കാലൻ. എന്റെ മരണത്തിനും എന്റെ അനുജത്തിയുടെ മരണത്തിനും കാരണം നിങ്ങളാണെന്ന് സ്വയം എല്ലാരും സമ്മതിച്ചോണം. അല്ലെന്നാണെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല.